അടിപൊളി സൂപ്പർ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ് ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. സമയം എത്രയും 10:39. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് നമ്മൾ വന്നത് നമ്മൾ വരാറില്ല അതേ റെസ്റ്റോറൻറ്റിലേക്കാണ്, കൈസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ അടിപൊളിയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലം. റെസ്റ്റോറൻറ്റ് ഇത് തന്നെ ആയിരിക്കും. ഫുള്ളൊരു വാലന്റൈൻസ് തീം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഈ ഒരു ആംബിയൻസ് ഉണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമല്ല, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പഴയ നല്ല ഫിലിമിലെ ചില ഭാഗങ്ങളൊക്കെ ഇതാക്കിയിട്ട് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് റെഡ് തീമാണ്. നമ്മൾ പ്ലേറ്റ് വരെ റെഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ ഈ ബോട്ടിലാണ്. ഇവർ വെള്ളം നിറച്ച് വെച്ച ബോട്ടിൽ അതിൽ മിൻറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. കുടിക്കാൻ തന്നെ വേറൊരു ടേസ്റ്റാണ്. ഇതെടുത്ത് പൊക്കണം എന്നുണ്ടെങ്കിൽ വേറെ ആരോഗ്യമാണ്. ഞാൻ ഇപ്പം തന്നെ ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ചായിരുന്നു. പിന്നെ അവർ നമുക്കൊരു സാലഡ് തന്നിട്ടോ. അതിൽ മാങ്ങ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, അക്കുനും ഉമ്മാക്കും തക്കുടൂനും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോഴാണ് നമ്മൾ സ്പെഷ്യൽ തവ ഷവായി എത്തിയത്. തവയിൽ ഡയറക്റ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഇവർ സ്പെഷ്യൽ ഐറ്റമാണ് തവ ഷവായി. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് സ്പെഷ്യൽ. പക്ഷെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ഫേവറേറ്റ് ഫുഡ് തവ ഷവായാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അതാണ് കഴിക്കൽ. ഇപ്പം ഞാൻ ഫുഡ് അധികം കഴിക്കാത്തതുകൊണ്ട് തന്നെ ചിക്കനും ബീഫും ഒക്കെ കൺട്രോൾ ചെയ്യാണ് ഗൈസ്. അങ്ങനെ ലെഗ് പീസ് ഞാൻ എടുത്തൊന്ന് കഴിച്ചു നോക്കി ഗൈസ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്ര ഇഷ്ടപ്പെടുന്നു. സംഭവത്തിൻ്റെ മസാലക്ക് മാത്രമല്ല ടേസ്റ്റ്, അതിൻ്റെ ഉള്ളിലെ ചിക്കൻ വരെ അടിപൊളി ടേസ്റ്റാണ്. ഇടയിൽ ഉമ്മ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ചായയും അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങാൻ സമയമായി. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബീച്ചിലേക്ക് പോവാണ് ഗായ്സ്. അല്ല ഗായ്സ്, നമ്മൾ നേരെ പോയതും മലാപ്പറമ്പിൽ ഒരു ഗിഫ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് മിച്ചുക്കാടെ സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. എന്തൊക്കെയോ വെടായി അടിച്ചിട്ടാണ് ഇവർ എന്നെ ഇവിടം വരെ കൊടുക്കുന്നത്. നമ്മൾ ബീച്ചിലേക്ക് പോകാൻ നിന്നതാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സംഭവം എന്തായാലും എനിക്ക് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. മിച്ചിക്ക് എനിക്ക് രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് തരുന്നത്. എനിക്ക് ഫ്ലവേഴ്സ് അത്ര ഇഷ്ടമാണ്. മിച്ചിക്ക് അത്രയും നന്നായിട്ട് അറിയാം. ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. ഞാൻ ഇപ്പം എന്താ പറയാ, ഫ്ലാഷ് അടിച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കണ് ഗായ്സ്. ഇതാണ് ഗായ്സ് എൻ്റെ മിച്ചുക്ക തന്ന ഗിഫ്റ്റാണ് ഗായ്സ്. നല്ല വെളിച്ചത്തിരുന്ന് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചാണ്, പക്ഷെ അതിനുള്ള ക്ഷമല്ല ഗായ്സ്. എങ്ങനെയുണ്ട് ഗായ്സ്? അയ്യോ, എനിക്കാണെങ്കിൽ നോക്കിയിട്ട് തീരുന്നില്ല ഗായ്സ്. സംഭവം എങ്ങനെയുണ്ട്? നല്ല വെളിച്ചത്തിന്ന് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, പേപ്പർ എടുത്താൽ ഹാപ്പി ബർത്ത്ഡേ. ആയില്ലേ നോക്ക്. പേടിപ്പിക്കല്ലേ ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗായ്സ്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. പൊന്നു റെഡ്
കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ കൈ. ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. മഴയ്ക്കൊരു പഴം ഞാൻ വരാം. മൂന്നാളെ വരാം. ഇങ്ങോട്ട് കേക്ക് പറഞ്ഞു കുറച്ച് സാധനം വീട്ടിൽ വിളിച്ചാൽ പ്രത്യേകം പറയാൻ പറഞ്ഞു. അതെ ഞങ്ങൾ പോവാണ്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്. നമ്മൾ ബീച്ചിൽ കയറിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. കാറിൽ കയറിയപ്പോഴാണ് തക്കുട എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു വീഡിയോ എനിക്ക് കാണിച്ചു തന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ രണ്ടാളുടെയും ഉമ്മാടെ അക്കുൻ്റെ ഫോട്ടോസ്, പക്ഷെ അധികം നമ്മൾ രണ്ടാളാണ് നമ്മളെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവനൊരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കി. അടിപൊളി, സൂപ്പർ. സംഭവം ഈ പാട്ട് നമുക്കൊരു കോപ്പിറൈറ്റ് തരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും കാണിച്ചു തരാത്തത് പാട്ട് കൊടുക്കണേ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വോയിസ് വെക്കുന്നത്. സൂപ്പർ തക്കുടു കുട്ട. പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിൽ കാണട്ടെ. ബീച്ചിൽ ഇതുപോലെ ഫ്ലാസ്കിലൊക്കെ നിറച്ച് ചായ വെച്ച് വിൽക്കുന്നത് കോഴിക്കോടുകാർക്ക് നല്ലോണം അറിയായിരിക്കും. ഒരിക്കൽ ചായ ഇങ്ങനെ വെക്കുന്നുണ്ട്. കുറേ പലഹാരങ്ങളും ഉണ്ടാവും, കുറേ കാസ്ട്രോളിൽ പലഹാരങ്ങളും വെച്ചിട്ടുണ്ടാവും, കുറേ നല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ കട എടുത്ത് വന്നിട്ട് ചായ കുടിച്ചു നോക്കാം. നല്ല അടിപൊളി ചായയാണ്. അപ്പം ചായ കുടിച്ച് നിൽക്കുന്ന ടൈമിൽ ഉമ്മ ദാ അവിടെ ഒരു കമ്മൽ നോക്കാൻ കയറി. ഉമ്മ അവിടെ നിന്നൊരു കമ്മലും മേടിച്ച്. എന്തായാലും ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. കാരണം വെച്ചാൽ വയറ് ഫുള്ളാണ് ഗൈസ് നമ്മൾ ഷവായൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് തുറക്കാനുണ്ടല്ലോ, ആ ഒരു സമാധാനക്കേട് എനിക്കുണ്ട്. എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി. വീട്ടിലെത്തിയിട്ട് വേണം തുറക്കാനുള്ള ആകാംക്ഷയിലാണ് ഗൈസ് ഞാൻ. ഹലോ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. നിന്നെടുത്തില്ല, ഇങ്ങെടുത്തേ പറ്റും. ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഗിഫ്റ്റ് തുറക്കാനുണ്ട് ഗൈസ്. യെസ് ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗൈസ്. അമ്മ എന്നെ പറഞ്ഞ ഗിഫ്റ്റ് തുറക്കാൻ പോവാണ്. തുറക്കാട്ടാരി. അയ്യോ തിരികെ അയ്യോ
ലാവ് ലാവ് ലാവ്. നല്ല രസമുണ്ട്. ഹായ് ഡ്രസ്. Galaxy. പൊന്നൂസിന് ബാഗ്. എനിക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സും കൂടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്.